ഹലോ പ്രിയപ്പെട്ടവരെ, കേരള ഫാമിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കണ്ടൻ്റ് ഉണ്ട്, എല്ലാ ചന്തകളിലും തലേ ദിവസം പോയി കഴിയുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങൾ. ഇതിപ്പോൾ ഞാനുള്ളത് മലപ്പുറം ജില്ലയിലെ ചട്ടിപ്പറമ്പ് ചന്തയിലാണ്. ഞായറാഴ്ചയാണ് ഇവിടുത്തെ ചന്ത. ഞാനിപ്പോൾ ശനിയാഴ്ച രാവിലെ എത്തിയ രംഗമാണിത്. 5-6 ലോഡ് ഇവിടെ ഇറക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയും പശുക്കൾ, മുരികൾ, പോത്തുകുട്ടികൾ ഒക്കെ ഇവിടെ ഉണ്ട്. ഇതൊക്കെ ഇന്ന് തന്നെ ഒരു പക്ഷേ, അല്ലെങ്കിൽ ഇതിൽ പകുതിയിലേറെ ഐറ്റം ഇന്ന് തന്നെ കച്ചവടം ചെയ്ത് പോകുന്നൊരവസ്ഥയാണ്. അത് വിൽക്കാൻ വേണ്ടി വാങ്ങുന്നവരുണ്ട്, അതുപോലെ വളർത്താൻ വേണ്ടി വാങ്ങുന്നവരുണ്ട്, പലരുണ്ട്. അപ്പോൾ ഈ തലേ ദിവസങ്ങളിൽ ചന്തയിൽ തന്നെ നല്ല സെലക്ഷൻ ഉണ്ടെന്ന് അറിയാൻ കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇത് തലേ ദിവസത്തെ ചന്തയാണെന്ന് പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവുകയില്ല. നമുക്ക് ഇത്രയും ലോഡ് കന്നുകൾ തലേ ദിവസം തന്നെ ഇറങ്ങി സെറ്റാവുക, ചന്ത നിറയാന്ന് പറയുമ്പോഴേ, അതുപോലെ തന്നെ അടിപൊളി കച്ചവടങ്ങൾ നടക്കുന്നുണ്ട്. ഹോൾസെയിലായിട്ടും ഒരുപാട് ആളുകൾ ദൂരേക്കൊക്കെ ഇവിടുന്ന് വന്ന് കൊണ്ടുപോകുന്നുണ്ട്, ലോഡ് കയറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ ഒരു വലിയ ലോറി ലോഡ് ഇറക്കുകയാണെങ്കിൽ അപ്പുറത്തുള്ള വണ്ടികൾ മുഴുവൻ ലോഡ് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇത് വെള്ളോമ്പുറം കുഞ്ഞാപ്പൂവിൻ്റെ കന്നുകളാണ്. അദ്ദേഹത്തിൻ്റെ ലോഡാണ് ഇവിടെ ഇറങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ ഇൻ്റർലോക്കൊക്കെ പതിച്ച് കുറച്ച് വൃത്തിയാക്കി കാര്യങ്ങൾ സെറ്റാക്കിയിട്ടുണ്ട്. ചന്ത മലപ്പുറം ചട്ടിപ്പറമ്പിലാണ്. ഇതൊക്കെ പാൽപ്പശുക്കൾ ആയിട്ട് നിൽക്കുന്ന പശുക്കളുടെ ഐറ്റം, ചേടപ്പശുക്കൾ ഇറക്കതിലുണ്ട്. പിന്നെ കാളമുരികൾ വേറെ ഉണ്ട്, ഈ ഭാഗത്ത് തന്നെ ഉണ്ട്. പിന്നെ കിടാങ്ങളുണ്ട്, പൈക്കിടാങ്ങളുണ്ട്. കുഴപ്പമില്ലാതെ പാല് കിട്ടുന്ന വലിയ പശുക്കളും അപ്പുറത്ത് ഉണ്ട്. നമുക്ക് ആ ഭാഗത്ത് എത്തുമ്പോൾ കാണാം. ഇതാണ് ഇവിടെ തന്നെയുള്ള പാൽപ്പശുക്കളുടെ എണ്ണം. 1, 2, 3, 10 ഈ വരിയിൽ തന്നെ ഉണ്ട്. ഇവിടെയൊക്കെ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ എപ്പോഴും സൂചിപ്പിക്കാറുണ്ട്, വലിയൊരു സീമക്കാളതാണ് എപ്പോഴും സൂചിപ്പിക്കാറുണ്ട്. നമുക്ക് തലേ ദിവസങ്ങളിൽ ചന്തയിൽ വന്നു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് സ്പെഷ്യൽ ആവശ്യങ്ങളൊക്കെ ഉള്ള ആളുകൾക്ക് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ നല്ല പാൽപ്പശുക്കളൊക്കെ സെലക്ട് ചെയ്യാനൊക്കെ തലേ ദിവസങ്ങളിൽ നല്ല ഉപകാരമായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ചൊവ്വാഴ്ച ചേളാരി ചന്തയുള്ളതിന് തിങ്കളാഴ്ച വൈകിട്ട് പോവുക, അതുപോലെ ഞായറാഴ്ച ചട്ടിപ്പറമ്പ് ചന്തയുള്ളതിന് ശനിയാഴ്ച രാവിലെ. ഇപ്പോൾ സമയം ഏകദേശം രാവിലെ 7:30 മണിയായിട്ടുള്ളൂ. അപ്പോഴേക്ക് തന്നെ ഇത്രയും കന്നുകൾ ലോഡ് ഇറങ്ങി ഇവിടെ കച്ചവടം നടക്കുന്നുണ്ട്. ഇപ്പോൾ തലേ ദിവസത്തെ നമ്മൾ പ്രാധാന്യം കുറഞ്ഞ് കാണരുത്, ഇഷ്ടം പോലെ കിട്ടും. പിന്നെ പ്രത്യേകം എന്താ വെച്ചാൽ, തിരക്കില്ലാതെ ആളുകളുടെ ഡിസ്റ്റർബൻസും അല്ലെങ്കിൽ തള്ളിക്കയറ്റമൊന്നും ഇല്ലാതെ തന്നെ കാര്യങ്ങൾ പെട്ടെന്ന് വാങ്ങി പോകാം എന്നുള്ളതും, വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്ത് കാര്യങ്ങൾ കയറ്റാമെന്നൊക്കെ ഉള്ളതും ഒരു സൗകര്യമുള്ള കാര്യമാണ്. അതാ 2 മൂരിക്കുട്ടികൾ. ഒന്നും വില ചോദിച്ചിട്ടില്ല, കുഞ്ഞാപ്പ് നമ്പറിട്ട് പോയിട്ടേ ഉള്ളൂ. വില ഇനി പറയുമ്പോൾ നമ്മൾ അദ്ദേഹത്തെ നേരിട്ട് കാണുമ്പോൾ ചോദിക്കേണ്ടി വരും. ഇവിടുന്ന് അങ്ങോട്ട് കുഴപ്പമില്ലാത്ത പാൽപ്പശുക്കളായിട്ട് ഫീൽ ചെയ്തു. ചില ചേടപ്പശുക്കളാണ് അപ്പുറത്ത് കണ്ടത്, പക്ഷേ ഇത് അത്യാവശ്യം നല്ല പശുക്കളായിട്ടുണ്ട്. മുട്ടപ്പശുക്കളും പാലുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കേണ്ട പശുക്കളൊക്കെയാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. ലോഡ് വന്ന് ഇറങ്ങിയിട്ടേ ഉണ്ടാവുള്ളൂ, കാരണം ഇപ്പോൾ രാവിലെ 7-7:30 മണിയായിട്ടുള്ളൂ. അപ്പോഴേക്ക് തന്നെ ഇത്രയും ഞാനിവിടെ നിന്ന് ഈ അറ്റത്തുനിന്ന് ഇങ്ങനെ പൊക്കി ഇങ്ങനെ കാണിക്കുകയാണെങ്കിൽ ചന്തയിൽ ഏകദേശം നിറയെ കന്നുകളുണ്ട്. കുഞ്ഞിക്കോയക്കയുടെ ഭാഗം, കുഞ്ഞിക്കോയക്കയുടെ തൊഴുത്തിൻ്റെ ഭാഗത്തൊക്കെ കുളിപ്പിക്കലും ഇതൊക്കെ നടക്കുന്നുണ്ട്. ഇതൊരു മറ്റു വ്യക്തിയുടേതാണെന്ന് തോന്നുന്നു. നേരത്തെ അപ്പുറത്തുള്ളതാണ് നാം കാണിച്ചതാണ് കുഞ്ഞാപ്പൻ്റെ. ഇവിടെ വേറെ ലോഡ് ഇറങ്ങിയിട്ടുണ്ട്. യാത്രാക്ഷീണത്തിലും മറ്റുമാണ്, പക്ഷേ എങ്കിലും വലിയ പാൽപ്പശുക്കളാണ്. HF മോഡലുള്ള വലിയ പാൽപ്പശുക്കൾ തന്നെയാണ് ഇവിടെ ഇറക്കിയിട്ടുള്ളത്. അതുപോലെ മുരികൾ. ചന്തക്കിപ്പോൾ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, ഒരുപാട് ഭാഗം ഇൻ്റർലോക്ക് ചെയ്ത് വൃത്തിയാക്കി, ഇത് മഴയത്തും ചളിയിലും പ്രശ്നമില്ലാതെ പർച്ചേസും വിൽപ്പനയൊക്കെ നടത്താൻ പറ്റുമെന്നുള്ള ഒരു സന്തോഷമുണ്ട്. ചട്ടിപ്പറമ്പ് ചന്തയിലെ തലേ ദിവസം ശനിയാഴ്ചകളിൽ തന്നെ കന്ന് നിറഞ്ഞതായിട്ടുള്ള കാഴ്ച. നല്ല അകലുള്ള ക്യാമ്പാണ്, നല്ല പശുവാണ്. കഴിഞ്ഞ ആഴ്ചയിലൊന്നും ഈ സൗകര്യമില്ല. ഇപ്പോൾ ഇവിടെയൊക്കെ ഇൻ്റർലോക്ക് പതിച്ച് കുറ്റിയൊക്കെ വെച്ച്
പശുക്കളെ കെട്ടാനൊക്കെ ഉള്ള സംവിധാനമാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ക്ഷീരകർഷകരും വിൽപ്പനക്കാരായിട്ടുള്ള ആളുകളൊക്കെ വിൽപ്പന തുടരാനും പ്രതീക്ഷയിൽ വേണ്ടിയിട്ട് കുറേ പൈസയൊക്കെ ചിലവാക്കിയിട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. മുരിക്കുട്ടികൾ, പശുക്കുട്ടികൾ ഒക്കെ ഉണ്ട് അവിടെ. അപ്പുറത്ത് ലോഡ് ഇറക്കി വെച്ച കുറേ കാര്യങ്ങൾ, അത് ഇപ്പോൾ തന്നെ തിരിച്ച് കയറ്റാനും ഓരോരുത്തർ വാങ്ങി വെച്ചതും കുറേ ഉണ്ട്. അതിൽ ആറ്റത്താണ് കുഞ്ഞിക്കോയക്കുണ്ട്, സാക്ഷാൽ മകനും മുജീബും ഉണ്ട് അവിടെ. വലിയ കന്നുകളെ കുളിപ്പിക്കുന്ന കാഴ്ചയാണ്. കഴിഞ്ഞ ആഴ്ചയിലും ഉണ്ടായിരുന്ന വെള്ള ഷർട്ട് പിന്നെ പേരാമ്പ്രയിൽ നിന്ന് കന്നെടുക്കാൻ വന്നതാണ്. മൊത്തത്തിൽ അയാൾ ലോഡായിട്ടാണ് കൊണ്ടുപോകാറുള്ളത്. അതിൻ്റെ സന്തോഷം എൻ്റെ വീഡിയോയിൽ ലൈവിലും പരിചയപ്പെട്ട ചന്തയാണ് ചട്ടിപ്പറമ്പ്. അങ്ങനെ അദ്ദേഹം വരാൻ തുടങ്ങിയതാണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് വീഡിയോ കണ്ട് ഇവിടെ വന്ന് സ്ഥിരം പിന്നെ ഇവിടുത്തെ കച്ചവടക്കാരനും വാങ്ങലും വിൽക്കലൊക്കെ ആകുമ്പോൾ ഒരുപാട് ആൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കേൾക്കുമ്പോഴുള്ള സന്തോഷം. രണ്ട് മൂന്ന് വടക്കൻ കുട്ടികളെയും വലുതൊക്കെ ഇവിടെ കണ്ടിരുന്നു. ആ വൈറ്റ് വടക്കനാണ്. ഞാൻ പ്രത്യേകം എടുത്ത് പറയാൻ കാരണം വടക്കന് കുറേ കമ്പക്കാരുണ്ടാവാറുണ്ട്, വീഡിയോയിലൊക്കെ എപ്പോഴും ഇങ്ങനെ ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് അടുത്ത് പറഞ്ഞത്. പൈക്കുട്ടി, ഇതൊക്കെ പൈക്കുട്ടികളാണ്. കുഴപ്പമില്ലാത്തൊരു വലിയ 2 വടക്കന്മാർ വണ്ടിയിലൊക്കെ വന്ന് വൃത്തികേടായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ കുളിപ്പിച്ച് സെറ്റാക്കി കഴിഞ്ഞാൽ അടിപൊളിയാവും. കാണിക്കാം, തൊട്ടപ്പുറത്തുണ്ട്. ഇതൊക്കെ കുഞ്ഞാപ്പൂവിൻ്റെ കന്നുകൾ തന്നെയാണ്. അപ്പുറത്ത് 2 എണ്ണം ആ തെങ്ങിൽ കെട്ടിയതും പുറത്തുള്ളൂ. അടുത്ത് ചെന്ന് കാണിക്കാം. ഇതൊക്കെ പശുക്കൾ തന്നെയാണ് കേട്ടോ. പശു കണ്ടോ, ഇതൊക്കെ വലിയ പശുക്കൾ തന്നെയാണ്. അദ്ദേഹം പറഞ്ഞത് വടക്കൻ. അത്ര കുഞ്ഞാപ്പ് വില പറയണ അറിയില്ല, ജോഡി തന്നെ ഉണ്ട്. നല്ല അടിപൊളി കൊമ്പും കാര്യങ്ങളൊക്കെ തന്നെ. ഒന്ന് സെറ്റാക്കി കഴിഞ്ഞാൽ കപ്പടിക്കും. വടക്കൻ തിരിഞ്ഞു നോക്കുന്നു. അതിൻ്റെ ഒപ്പം തന്നെ ഇവിടെ നല്ലൊരു പശുവുണ്ട്. കുഴപ്പമില്ലാത്ത പോത്തുകുട്ടികളുമുണ്ട്. കണ്ടോ, ഇതിപ്പോൾ ഞാൻ ആകെ തുകയിൽ പറയുന്നത് നമ്മൾ ചട്ടിപ്പറമ്പ് ചന്തയിൽ ഞായറാഴ്ചക്ക് കാത്തിക്കേണ്ട കാര്യമില്ല. ശനിയാഴ്ച തന്നെ ഒരുവിധം കച്ചവടങ്ങളൊക്കെ നടക്കുന്നുണ്ട്. തലേ ദിവസം അതിരാവിലെ തൊട്ടേ നടക്കുന്നുണ്ട്. അതിന് വൈകുന്നേരത്തിനോ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷമോ കാത്തു നിൽക്കേണ്ട കാര്യമില്ല. ഓക്കെ.